ഈ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായ വലിയ തിരിച്ചടിയാണ് LDFിനുണ്ടായത് എന്ന് ഞങ്ങൾ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചതാണ്. ആ കാര്യം തന്നെയാണ് റിവ്യൂവിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിപ്പോൾ കണ്ടത്. ഇങ്ങനെയുള്ളൊരു പരാജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ ഉണ്ടാവുമെന്നും മുൻകൂട്ടി മനസ്സിലാക്കാൻ സംസ്ഥാന കമ്മിറ്റിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന സ്വയം വിമർശനം ഞങ്ങൾ അംഗീകരിച്ചു. താഴെ നിലവാരം വരെ പരിശോധിച്ചപ്പോൾ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നതാണ്. കേരളത്തിലെ സാമൂഹ്യ ജീവിതം എന്ന് പറയുന്നത് ആഗോള തലങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ്. ലോകത്ത് പൊതുവെ വലതുപക്ഷ സ്വാധീനം ശക്തിപ്പെട്ടു വന്നൊരു കാലാണ് ഇത്. ലോകമെന്ന് പറയുമ്പോൾ ഇന്ത്യ ഉൾപ്പെടെയാണ്. ഈ വലതുപക്ഷ വൽക്കരണത്തിൻ്റെ, വലതുപക്ഷ സ്വാധീനത്തിൻ്റെ, ശക്തിയുടെ എല്ലാം സ്വാധീനം കേരളത്തിൻ്റെ ചിന്താമണ്ഡലത്തിലും ഉണ്ട് എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. കേരളം ഒറ്റപ്പെട്ട ഒരു തുരുത്ത് പോലെ നിൽക്കുകയല്ല, ലോക സമ്പദ് വ്യവസ്ഥയുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു നാടാണ് നമ്മുടെ കേരളം. സ്വാഭാവികമായി LDF സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ പൊതുവെ ജനങ്ങൾ സ്വീകാര്യത നൽകുക ആണ് ചെയ്തത്. എന്നാൽ നിർമ്മാണ മേഖല ഉൾപ്പെടെയുള്ള പരമ്പരാഗത മേഖലയിൽ ജനങ്ങളുടെ ചില പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കാനായിട്ടില്ല എന്ന പ്രശ്നം താഴെ ചർച്ച ചെയ്യുമ്പോൾ ശക്തിയായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. അത് ജനങ്ങളിലുണ്ടാക്കിയ അസംതൃപ്തി തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് എന്ന കാര്യവും റിവ്യൂവിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കണ്ടു.